ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1889. ഇന്ന് മാർച്ച് മാസം 3-ാം തീയതി, 62-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധ സുറിയാനിയെ സംബന്ധിച്ച് വലിയ നോമ്പിന്റെ ആരംഭ ദിനമാണ് ഇന്ന്. അതും ശുഭക്കോനോ ശുശ്രൂഷയിലൂടെ, ഒരു അനുരഞ്ജന ശുശ്രൂഷയിലൂടെ പരസ്പരം നിരപ്പാക്കി നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. മാപ്പ് കൊടുത്തും മാപ്പ് മേടിച്ചുമൊക്കെ എല്ലാവരും എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിക്കുന്നു. ഒരുപാടൊന്നും പറയാനില്ല, പറയേണ്ടതുമില്ല. നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന, അതിനകത്ത് ആവർത്തിച്ച് നമ്മൾ ചൊല്ലിയത് കൊണ്ട് ഒട്ടും നമ്മുടെ ശ്രദ്ധയോ ജാഗ്രതയോ എത്താതെ പോകുന്ന പലതുമുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഒന്ന് ചെയ്യണമെന്നുള്ള അപേക്ഷയാണ്, അതും സർവശക്തനായ ദൈവത്തോട്. ഓരോരുത്തരുമാണ് അപേക്ഷിക്കുന്നത്, അവനവന്റെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണം. പാവങ്ങൾ എന്താണ്? ഇടർച്ചകൾ, അകൃത്യങ്ങൾ തന്നെയാണ്. ഈ കടങ്ങൾ എന്താണ്? സുറിയാനി സഭയിൽ മിക്കവാറും പ്രാർത്ഥനകളിൽ പാപത്തോടൊപ്പം കടവും വരുന്നുണ്ട്. കുറച്ചും കൂടി പ്രാധാന്യം കടത്തിനുണ്ടോ എന്നൊരു സംശയം. കടങ്ങളും പാപങ്ങളും ആ ഒരു ക്രമം പോലും. കടങ്ങൾ എന്താണ്? അത് മേടിച്ചത് കൊടുക്കാനുള്ള സാമ്പത്തിക ഇടപാടുകളൊന്നുമല്ല, മറിച്ച് ചെയ്യാമായിരുന്ന എന്നാൽ അറിവ് കൊണ്ടോ അറിവില്ലാതെയോ ചെയ്യാതെ പോയ നന്മകളുടെ പട്ടികയാണ്. വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്യാമായിരുന്ന നന്മകൾ നീ ചെയ്യാതിരിക്കുന്നത് വലിയ പാപമാണ്. അതാണ് കടങ്ങളുടെ പട്ടിക. ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയം പൊട്ടിയ ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അവിടെ അതിനു മുമ്പ് നമ്മൾ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അങ്ങനെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ലേ നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കുന്നത്? എല്ലാവരോടും വ്യവസ്ഥകളൊന്നും കൂടാതെ അൺകണ്ടീഷണലായിട്ട് ഒന്ന് പൊറുക്കാനും ക്ഷമിക്കുവാനും സാധിക്കും. എല്ലാവരോടും കൂടാനോ സൗഹൃദം സ്ഥാപിക്കാനോ ഒരുമിച്ച് പോകാനോ അല്ല ഉദ്ദേശിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞും അറിയാതെ ചിലരോടെങ്കിലും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന, അറിഞ്ഞും അറിയാതെയും സൂക്ഷിച്ചിരിക്കുന്ന വൈരത്തെ, വൈരാഗ്യത്തെ, ശത്രുതയെ ഒക്കെ ഒന്ന് നീക്കാവുന്നതാണ്, കുറച്ച് ബോധപൂർവം. അങ്ങനെയാണ് ശുഭക്കോനോടെ ശുശ്രൂഷയിലൂടെ നമ്മളൊക്കെ ഈ നോമ്പിന്റെ ആദ്യ ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കേണ്ടത്. പരസ്പരം നമുക്ക് മാപ്പ് കൊടുക്കാം. ഒപ്പം ഈ ലോകത്തോടും പ്രപഞ്ചത്തോടും മണ്ണിനോടും ഭൂമിയോടൊക്കെ മാപ്പ് 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 നേറ്റു പറയാം. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആമേൻ.